കേരളത്തിലെ വീരഗജരാജന്മാരായ തൃക്കടവൂർ ശിവരാജുവും കോന്നി സുരേന്ദ്രനുമൊക്കെ പിച്ചുവെച്ച് വളർന്ന ഇടമാണ് പത്തനംതിട്ട കോന്നിയിലെ ആനക്കോട്. ശബരിമല കാടുകളിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടിക്കൊമ്പനുണ്ട് ഇവിടെ. ഈ കുട്ടിക്കൊമ്പനാണ് ഇപ്പോൾ ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രവും. ഏവരുടെയും മനം മയക്കുന്ന കുട്ടിക്കൊമ്പൻ കൊച്ചയ്യപ്പൻ്റെ വിശേഷങ്ങൾ കാണാം. കൂട്ടം തെറ്റിയ ഒരു കുഞ്ഞൻ കരിവീരൻ 2021 ഓഗസ്റ്റ് 19 പതിവ് പെട്രോളിങ്ങിന് പോയ വനപാലക സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുഞ്ഞൻ കരിവീരന് കഷ്ടിച്ച് 1 വയസ്സ് മാത്രം അന്ന് പ്രായം. ആ കുഞ്ഞനെ തേടി ആനക്കൂട്ടം എത്തുമെന്ന പ്രതീക്ഷയിൽ വനമേഖലയിൽ തന്നെ പ്രത്യേക കൂടൊരുക്കി വനപാലകർ കാത്തിരുന്നു. പക്ഷേ 4 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ തേടി ആനക്കൂട്ടം എത്തിയില്ല. ഇതോടെ വനംവകുപ്പിന് കീഴിലുള്ള കോന്നി ആനക്കൂട്ടിലേക്ക് ആ കുഞ്ഞു കൊമ്പനെ എത്തിച്ചു. ശബരിമല കാടുകളിൽ നിന്ന് കിട്ടിയ കുട്ടിക്കൊമ്പനെ കൊച്ചയ്യപ്പൻ എന്ന് വിളിച്ചു. കോന്നി ആനക്കൂട്ടിലെത്തുന്നവരുടെ മുഖ്യ ആകർഷണമാണ് കൊച്ചയ്യപ്പൻ. സന്ദർശകരുടെ സ്നേഹത്തിന് മുന്നിൽ തലയാട്ടിയും പാപ്പാന്മാരുടെ അനുസരണയുള്ള ശിഷ്യനായും കുഞ്ഞു കുട്ടിക്കൊമ്പൻ സന്ദർശകരുടെ ഹൃദയം കവരുന്നു. നമ്മളിതിനെ ഇടുന്നത് രാവിലെ നമ്മൾ ഒരു 7-7:30 ആവുന്നുണ്ട്. ആനെ കൂട്ടി നിറക്കി ഇവിടെ നമ്മൾ 10 റൗണ്ട് നടത്തിക്കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിനെ കുളിപ്പിച്ചിട്ട് ആനയ്ക്ക് ഭക്ഷണമുണ്ട്. റാഗി, ഗോതമ്പ്, റൈസ്, ചെറുപയർ, മിനറൽ മിക്സർ, ഉപ്പ്, കരിപ്പട്ടി, ഇതെല്ലാം ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഒരു ആനയുടെ പ്രായം അനുസരിച്ചാണ് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അത് വേവിച്ച് കേക്ക് രൂപത്തിലാക്കി തണുപ്പിച്ച് 10 മണിക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുല്ല് ഗ്രാസാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 60 കിലോയോളം മൊത്തത്തിൽ കൊടുക്കും. അതിലൊരു 60% കഴിക്കും, 40% വേസ്റ്റ് ആക്കും. മറ്റ് പ്രത്യേക പരിപാടികളൊന്നും കുട്ടിയായതുകൊണ്ടില്ല. പിന്നെ അവനെ എല്ലാവർക്കും സന്തോഷകരമായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പം കൂട്ടിലിട്ടിരിക്കുന്നത്. ആനയുടെ സുരക്ഷിതത്വം. കുഞ്ഞു പ്രായത്തിൽ തന്നെ ചെറിയ പരിശീലനങ്ങളും കൊച്ചയ്യപ്പന് നൽകി തുടങ്ങിയിട്ടുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണവും നൽകുന്നു. പ്രഭാത നടത്തവും ഷവർ ബാത്തുമാണ് പ്രധാനപ്പെട്ട വിനോദങ്ങൾ. ഒപ്പം കുറച്ച് കുസൃതി കുറുമ്പുകളുമുണ്ട്. ജനം, പത്തനംതിട്ട.